നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ഗജേന്ദ്രമോക്ഷം എന്ന 26ാമത്തെ ദശകത്തിലെ 3ാമത്തെ ശ്ലോകമാണ് നാം ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർ ശ്ലോകം ശ്രദ്ധിച്ചാലും. ദുഗ്ധാംഭോദേർമധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥപോയം വശാഭിഹി സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ഠ ശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര നോത്കർഷലാഭഃ. ഈ ശ്ലോകത്തിന്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദുഗ്ധാംഭോദേഹേ മധ്യഭാജി ത്രികൂടേ ക്രീഡൻ ശൈലേ യൂഥവഃ അയം വശാഭിഃ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ഠ ശക്ത്യാ ത്വദ്ഭക്താനാം കുത്ര ന ഉത്കർഷലാഭഃ. അടുത്തതായി ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അയം യൂഥവഃ ദുഗ്ധാംഭോദേഹേ മധ്യഭാജി ത്രികൂടേ ശൈലേ വശാഭിഃ സാഗം ക്രീഡൻ ശക്ത്യാ സർവാൻ ജന്തൂൻ അത്യവർത്തിഷ്ഠ ത്വദ്ഭക്താനാം ഉത്കർഷലാഭഃ കുത്ര ന. അടുത്തതായി ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. അഗസ്ത്യമുനിയാൽ ശപിക്കപ്പെട്ട ഇന്ദ്രദ്യുമ്നൻ ഭഗവത്ഭക്തി മൂലം ഒരു ശ്രേഷ്ഠനായ ഗജേന്ദ്രനായി ഭവിക്കുകയും ഈ ഗജശ്രേഷ്ഠൻ പിടിയാനകളുമായി ചേർന്ന് പാലാഴിയുടെ നടുവിലുള്ള ത്രികൂട പർവ്വതത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വശരീരശക്തിയാൽ മറ്റ് എല്ലാ ജന്തുക്കളെയും കീഴ്പ്പെടുത്തുകയും ചെയ്തിരുന്നു. ഭവാന്റെ ഭക്തർക്ക് എവിടെയാണ് ഉത്കർഷം, ശ്രേഷ്ഠത ലഭിക്കാത്തതെന്നാണ് പ്രസ്തുത ശ്ലോകത്തിലൂടെ ഇവിടെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപാദർ ഉദ്ദേശിക്കുന്നത്. നമസ്തേ.